ഇന്ന് തിരുവോണം ഭയങ്കര മടിയോടെയാണ് നമ്മൾ തുടങ്ങിയത്. കാരണം നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ കുറേ സമയം കിടന്നങ്ങോട്ട് ഉറങ്ങി. പിന്നെ ലീവും കൂടെ ആയതുകൊണ്ട് കുറച്ചധികം സമയം കിടന്നുറങ്ങി. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാക്കു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് സദ്യ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി. അപ്പോൾ ചോറ് വെച്ചു. കഴുകാനുണ്ടായിരുന്നു ഒത്തിരി പാത്രങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കഴുകി ഞാനും മോനും കൂടെയാണ് കഴുകി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സദ്യകൾക്കുള്ള കാക്കു അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലിങ്ങനെ എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിരിക്കുമ്പോൾ ഒരു കോളിംഗ് ബെല്ല് കേട്ടു. നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ ഒരു ഓട്ടോറിക്ഷ മുന്നിൽ വന്നു. ആ ഓട്ടോയുടെ കാക്കുവിൻ്റെ ഫ്രണ്ട്സ് നിറയെ ഒരു വാഴയില അടക്കം എല്ലാ വിഭവങ്ങളും അടങ്ങിയിട്ടുള്ള സദ്യ കൊണ്ട് തന്നേക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന വെജിറ്റബിൾസ് 12 മണി ആയിട്ടുണ്ട്. സാമ്പാറും ഉപ്പേരി മാത്രമേ കുക്ക് ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊന്നും കുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ബാക്കി കട്ട് ചെയ്തിരിക്കുന്ന വെജിറ്റബിൾസ് ഫുള്ള് ഫ്രിഡ്ജിൽ കയറ്റി. അടുത്ത ദിവസം ഉണ്ടാക്കാമല്ലോ, സമയമുണ്ടല്ലോ. അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി. അപ്പോൾ കുറച്ച് കഴിഞ്ഞിങ്ങനെ പായസം ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ പായസം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 12:30 ആയിട്ട് പ്ലാനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 12:30 ആയപ്പോൾ നമുക്കൊരു ടിങ് സൗണ്ടും കൂടെ കേട്ടു. നമ്മൾ പോയി നോക്കിയപ്പോൾ സുനിച്ചേട്ടൻ, നമ്മുടെ നെയ്ബറായിട്ടുള്ള സുനിച്ചേട്ടൻ ഒരു പാത്രം നിറയെ പായസം കൊണ്ട് തന്നു. അപ്പോൾ പിന്നെ നമ്മുടെ പായസ പരിപാടിയും ക്യാൻസലാക്കി. കുറച്ച് കഴിഞ്ഞപ്പം മോളിയാൻറ്റി കുറച്ചും കൂടെ വിഭവങ്ങളൊക്കെ കൊണ്ട് തന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഒന്നും വെക്കാൻ നിന്നില്ല, വേഗം വിളമ്പാൻ നിന്നു. പാത്രങ്ങളൊക്കെ സെറ്റാക്കി ഇല വിരിച്ച് വിളമ്പി. അങ്ങനെ നമ്മൾ ഇല വിരിച്ച എല്ലാ സദ്യ ഐറ്റംസൊക്കെ വിളമ്പി നമ്മളും ഫാമിലി എല്ലാവരും കൂടി കഴിച്ചു. ഹാപ്പിയായി. സാമ്പാറും ഉപ്പേരിയും മാത്രം വെച്ച് തുടങ്ങി എൻ്റെ ഓണസദ്യ. അയൽക്കാരുടെയും പിന്നെ കാക്കുൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ സ്നേഹം കൊണ്ടൊരു ഗംഭീര വിഭവ സമൃദ്ധമായ ഇലസദ്യയായി മാറി. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു പറയണം കേട്ടോ.